ഡിസിപ്ലിൻ ഡസൻറ്റ് കെയർ അബൌട്ട് യുവർ മൂഡ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ചെറിയൊരു ടേമാണ്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് പല ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, മോട്ടിവേഷണൽ ചാനലൊക്കെ തുടങ്ങിയില്ലേ എന്ന്. അപ്പോൾ ഞാനും തുടക്കത്തിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മോട്ടിവേഷൻ കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അതെന്താണെന്നുള്ളതാണ് ഞാനിത് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു സിനിമ കണ്ടിട്ട്, ഒരു സിനിമ എന്ന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ എൻഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു സിനിമയുടെ ആ ഒരു കണ്ട ഒരു എഫക്റ്റിലിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലേ. നമ്മൾ ആ ഷോ ഒക്കെ കഴിഞ്ഞു, പേരൊക്കെ എഴുതി വരുന്നു, നമ്മൾ ആ കസേരയിൽ ഇരിക്കുകയാണ്, ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ആ മൂവിയിലേക്ക് ഭയങ്കര അധികം ഇൻവോൾവ് ആണ്. നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ആണ്, നമ്മുടെ മെൻറ്റാലിറ്റി ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ചില സിനിമകൾ കണ്ടിട്ട് കരയുന്ന ആളുകളുണ്ടാവും, എൻഡിൽ കരയുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് ഗൂസ് ബംസ് വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, രോമാഞ്ചം വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെനിക്കും ഉണ്ടായിട്ടുണ്ട് ചില മൂവീസൊക്കെ കണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ടൈമിൽ നമുക്ക് ഒരുപാട് നമ്മളെ മെൻ്റലി ഒത്തിരി അത് മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ ഒരു എലമെൻറ്റ്സ് നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്ന് ഒരു 1-2 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ആ ഒരു മൂവി കണ്ട എക്സൈറ്റ്മെന്റിൽ പല ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരോട് വരെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നെക്സ്റ്റ് ഡേ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് 50% ഡ്രോപ്പ് ആയിട്ടുണ്ടാകും ഓട്ടോമാറ്റിക്കലി. വിത്തിൻ ഒരു 3 ഡേയ്സിനുള്ളിൽ ആ മൂവി ജസ്റ്റ് ഒരു മൂവി ആയിട്ട് മാറുന്നതായിട്ടും നമുക്ക് കാണാം. പക്ഷെ നമുക്ക് ആ കണ്ട മൂവി ഒരിക്കലും നല്ല മൂവിയാണ്, എപ്പോഴും നമ്മൾ നല്ല മൂവി ആയിട്ടുണ്ടാവും. പക്ഷെ ആ കണ്ടിട്ട് ആ ഇറങ്ങുന്ന ആ മൊമെൻറ്റിലെ ആ ഒരു മോട്ടിവേഷൻ പിന്നീട് നമ്മൾ ശ്രമിച്ചാൽ പോലും നമുക്കത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റാറില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചില സെറ്റ് ഓഫ് സിസ്റ്റംസ് ആണ് സെറ്റ് ചെയ്തത്. ആ സിസ്റ്റം അത് ചെറിയ സിസ്റ്റംസ് ആണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഞാൻ ലൈഫിൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ഒരു പരിധി വരെ ആ ഒരു റൂൾസ് 80% എന്നെ അക്കംപ്ലിഷ്, അതായത് എൻ്റെ ടാസ്ക് അല്ലെങ്കിൽ എൻ്റെ ഗോൾസിനെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് എന്നെ അത് ആ ഒരു കാരണം അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ മോട്ടിവേഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിജയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഒരു സെറ്റ് ഓഫ് ഡിസിപ്ലിൻസ് ആണ് എന്നെ വിജയിക്കുന്നത്. ബൈ ദ വേ, ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത 3 സിമ്പിൾ സ്റ്റെപ്സ് എന്താണ്? അപ്പം അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സിമ്പിൾ ഒരു സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. അതിനകത്ത് ഇവിടെ ഒരു മെമ്മറബിൾ മൊമെൻറ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേജിൽ ഞാൻ വരച്ചിട്ട് ഐ ഹാവ് എ ഗ്രാഫൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഗ്രാഫ് എന്താണെന്ന് പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ സ്ലീപ്പ് സൈക്കിളാണ്. അപ്പം ഞാൻ 5 to 10 മണിക്കൂറോടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില ദിവസമൊക്കെ ഞാൻ 9 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, ചില ദിവസം 6 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ, ചില ദിവസങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 7 മണിക്കൂർ ഞാൻ ഹിറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസം എടുത്താൽ ഒരു തവണ മാത്രമാണ് ഞാൻ 7 മണിക്കൂർ കുറവ് ഉറങ്ങിയിട്ടുള്ളൂ, വിച്ച് ഈസ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ഇത് ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഞാൻ ഈ ഒരു ബുക്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് നിങ്ങൾ ആലോചിക്കും, ഇത് ഒത്തിരി ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ പാടാണ്, ഇതൊക്കെ വരച്ച് വെച്ച്, ദിസ് ഇസ് വെരി ഈസി, ബിലീവ് മീ, ദിസ് ഇസ് വെരി ഈസി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് to 10 മിനിറ്റ് മാത്രം മതി. കഴിഞ്ഞ എൻ്റെ ഒരു മാസത്തെ ട്രാക്കിംഗ് ആണ്, ഞാൻ കഴിഞ്ഞ ഒരു മാസം ചെയ്യുന്ന എൻ്റെ ട്രാക്കിംഗ് ആണ്. ദിസ് ബിലീവ് മീ, ഈ ഒരു ചെറിയ സിസ്റ്റം, ഈ ഒരു ചെറിയ ഡിസിപ്ലിനാണ് എന്നെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്യാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നോൺ നെഗോഷ്യബിൾ റൂൾസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അതായത് എല്ലാ ദിവസവും 25 പുഷപ്പ് ഞാൻ ചെയ്യും എന്നുള്ളത് നോൺ നെഗോഷ്യബിൾ ആണ് എനിക്ക്. അത് ചെയ്യാൻ എനിക്ക് 5 മിനിറ്റ് മതി. നിങ്ങൾക്കറിയാം, ഇനി സ്ത്രീകളാണ് പുഷപ്പ് ചെയ്യാൻ പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു സംതിങ് എൽസ്, ലൈക്ക് യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ എക്സസൈസോ, അങ്ങനെ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങളുടെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാം. അതിന് 5 മിനിറ്റാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം തുടക്കത്തിൽ കൊടുത്ത 5 മിനിറ്റാണ്, സോറി. പക്ഷേ ഇപ്പം ഐ തിങ്ക് ഐ ഡു ലൈക്ക് 15 to 20 മിനിറ്റ്സ് എവറി ഡേ, പ്ലസ് 6000 സ്റ്റെപ്സ് ഞാൻ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സെറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ ടാർഗറ്റ്, ഈ ടാർഗറ്റിൽ ഞാൻ അങ്ങനെ ശ്രമിച്ചൊരു വ്യക്തിയാണ്. വിച്ച് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. മെജോറിറ്റി ആളുകൾ ലൈഫിൽ അത് വർക്കൗട്ട് ആവത്തില്ല. ബിലീവ് മീ, ഐ വാസ് ഇൻ ദ സെയിം ഷൂസ്. ഇപ്പോൾ പക്ഷേ ഐ ഡു ലൈക്ക് 25 പുഷപ്സ്, 25 സ്ക്വാട്സ് ആൻഡ് 1 minute or 2 minute പ്ലാങ്ക്. അപ്പം ഫെയിലിയർ പ്ലാങ്ക് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്.
വിച്ച് അഗെയിൻ ഐ എം നോട്ട് സെയിങ് ലൈക്ക് 30 ദിവസം എടുത്താലും 30 ദിവസം ഞാനത് ചെയ്യുന്നത് ഞാൻ കൃത്യം, പക്ഷേ ഐ ക്യാൻ ലൈക്ക് ഐ ക്യാൻ ഈസിലി സ്ലേ ഫോർ ദ പാസ്റ്റ് ഒരു 3-4 മാസം കൊണ്ട് ഐ അറ്റ്ലീസ്റ്റ് 80%. മതി, ഐ എം വെരി ഹാപ്പി. 80-20% റൂളാണ്. അതറിയില്ലാത്ത ആളുകളാണെങ്കിൽ യു ഗോ ഗൂഗിൾ ഇറ്റ് അപ്പ്. 80-20 റൂൾ ഒരു വളരെ ഫേമസ് റൂളാണ്. അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ 100% അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട്, ഞാനും അങ്ങനെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു റൂളാണ്. അപ്പോൾ നിങ്ങൾ എന്നോട്ട് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിൾ സെറ്റ് ഓഫ് നോൺ നെഗോഷ്യബിൾസ് സെറ്റ് ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. 2 minute റൂള് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചെയ്യുക. ഞാനീ പറഞ്ഞ പുഷപ്പിൻ്റെ കേസ് ശരിക്കും പറഞ്ഞ ഒരു പ്രാക്ടീസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഒരു 25 പുഷപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് താഴെ മതി, ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ 2 minute റൂളാണ് പറയുന്നത്. നമുക്ക് എന്തൊരു കാര്യം അപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ് അവേ. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ബുക്സ് വായിക്കലാണ്. എൻ്റെ അടുത്ത് തന്നെ ഞാൻ ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്സ് കാണുമ്പോൾ എനിക്ക് തോന്നും, ഓ ഇന്ന് ഞാൻ ബുക്ക് വായിച്ചില്ല. സോ മൈ ടാർഗറ്റ് റൈറ്റ് നൗ ഇസ് ലൈക്ക് 20 pages എ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 20 പേജൊക്കെ വായിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ. എനിക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. കാരണം ഞാനൊരു അവിഡ് റീഡർ ഒന്നും അല്ലായിരുന്നു. ഞാൻ 2023 എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബുക്കുകളുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 0. ഞാൻ വായിച്ച ബുക്കുകളുടെ ഞാനായിട്ട് ശ്രമിച്ച് വായിച്ച ബുക്കുകളുടെ കൗണ്ട് 0ആണ്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ ചിരിക്കുകയാണ്, കാരണം ഞാൻ അത്ര മോശം റീഡർ ആയിരുന്നു. കാരണം എനിക്ക് വായിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 2 വർഷം കൊണ്ട് ഐ ഫിനിഷ് 25 books. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇവൻ കള്ളം പറയാണ്. അല്ല, ഐ ഫിനിഷ് 25 books. ആൻഡ് ഐ വുഡൻറ്റ് സേ ഞാൻ ഇത്ര കട്ടിയുള്ള ബുക്സാണ് വായിച്ചത്. ഐ ഹാവ് ലൈക്ക് സ്മോൾ ബുക്സ്. ഐ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ബുക്സ്. അങ്ങനെ ഒരുപാട് നല്ല ബുക്സിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഐ കംപ്ലീറ്റ് 25 books. ആൻഡ് one simple set non-negotiable, I said 20 pages. First it was like 1 page a day, then changed to 5 page a day. ഞാൻ ചാലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ഞാൻ അവരോട് ചാലഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ 20 pages a day സെറ്റ് ചെയ്യാണ്. അപ്പം ഇപ്പോൾ ഐ എം ട്രൈങ് ടു ഹിറ്റ് 10% a day. 10% പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോൾ എൻ്റെ ഒരു കിൻഡിൽ ഉണ്ട്, ഒരു ഡിജിറ്റൽ റീഡർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും. അപ്പോൾ ആ ബുക്കിൻ്റെ 10% പെർ ഡേ റീഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്, വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ബുക്കിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് പെർസെൻറ്റേജ് കൂടും. അപ്പോൾ 200 പേജിൻ്റെ ഇതാണെങ്കിൽ നമ്മൾ 10% എന്ന് പറഞ്ഞാൽ 20 പേജ് ഞാൻ വായിക്കണം. അപ്പോൾ അത് 400 പേജാണെങ്കിൽ 40 പേജ് വായിക്കണം, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ പക്ഷേ അത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അഗെയിൻ യു സെറ്റ് എ സിമ്പിൾ റൂൾ ആൻഡ് ഗോ ഫോളോ ഇറ്റ്. അപ്പോൾ 2 minute കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂൾ, ഇപ്പോൾ ഞാൻ ബുക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് അധികം വായിപ്പോയി. പക്ഷേ 2 minute റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജ് വായിക്കാൻ യു നീഡ് ഓൺലി 2 minutes, ബിലീവ് മീ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറ ഇടയ്ക്കൊന്ന് ഫോക്കസ് ഔട്ടായി, അതുകൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ഇഫ് ദാറ്റ് ഇറിറ്റേറ്റഡ് യു, സോറി. 3ാമതായിട്ട് ചെയ്യുന്നത് റിവാർഡ് ലേറ്റർ. അതായത് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചിരിക്കാൻ, എനിക്ക് സിനിമ കാണണം, നെറ്റ്ഫ്ലിക്സിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു സിനിമ എടുത്തിട്ട് കാണാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്തിട്ട് ഞാൻ ജോലിക്ക് പോയി, ഞാൻ കഷ്ടപ്പെട്ടതാണ്, എനിക്ക് റിവാർഡ്. അപ്പോൾ ആ റിവാർഡ് പിന്നീടാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അർത്ഥം അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന 25 പുഷപ്പ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 10 പേജ് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പോട്ടെ 1 പേജ് ഞാൻ പറഞ്ഞു, അത് കഴിച്ചിട്ടൊക്കെ നിങ്ങൾ വൈകുന്നേരം വന്നു, ജോലി കഴിഞ്ഞ് വന്നു, നിങ്ങൾക്ക് ചായ കുടിക്കണം. ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഐ ഗോ ഫിനിഷ് 1 page, റീഡ് ദാറ്റ് 1 page and you go have your tea. ലൈക്ക് അപ്പോൾ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ തന്നെ റീവയർ ചെയ്യുകയാണ്. ആൻഡ് ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഫണ്ണി ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 60 daysന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ യു വിൽ ടെൽ ദ സെയിം തിങ്. കാരണം ഇത് എനിക്ക് നടന്നൊരു കാര്യമാണ്. ആൻഡ് ഐ ഹാവ് എ കമ്മ്യൂണിറ്റി. അഗെയിൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, അതായത് മലയാളിഫൈങ് ലൈഫ് സ്കിൽസ്, അതായത് ലൈഫ് സ്കിൽസ് നമുക്ക് വേണ്ട ചെറിയ ചെറിയ സെറ്റ് ഓഫ് ക്യാപ്സൂൾസാണ് ഞാൻ ചാനൽ വഴി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ പാറ്റേൺ, അല്ലെങ്കിൽ ടൈം ടേബിളിൽ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ട്രാക്കർ വേണമെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്തുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. ദിസ് ഈസ് പ്യുവർലി മാനുവൽ. ഇത് ഞാൻ ഡിജിറ്റലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. റീസൺ ഡിജിറ്റലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് സീ ദ ബുക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഇതിൽ നിന്ന് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ട്രിക്ട്ലി ഫോളോയിങ് അപ്പ് ദ മാനുവൽ. നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യണം ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കോട്ടുമായിട്ട് വെച്ചിട്ട് കോട്ട് പറഞ്ഞുകൊണ്ട് ഞാനിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എറൈസ്, എവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഇസ് റീച്ച്ഡ്. ടു എറൈസ് എവറി ഡേ യു നീഡ് ഡിസിപ്ലിൻ, നോട്ട് മോട്ടിവേഷൻ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഡിസിപ്ലിൻ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്,
പക്ഷേ പിന്നീട് അത് ഭയങ്കര പീസ്ഫുള്ളാണ്. ഇറ്റ് വിൽ ഗീവ് എ ലോട്ട് ഓഫ് സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.